ഇതിനൊരു അഭിപ്രായ പ്രമേയം കൊണ്ടുപോലെ കഴിഞ്ഞ 14-ാം തീയതി നിലവിലുണ്ടായിരുന്ന MP ബാലകൃഷ്ണൻ മാഷ് അഭിപ്രായത്തിലൂടെ പുറത്താക്കാൻ വേണ്ടി അഭിപ്രായ പ്രമേയം കൊടുത്തപ്പോൾ 29-ാം തീയതിയോടുകൂടി രാജിവെച്ച് ആ വഴിയിലേക്കാണ് വിനീതനായ തിരഞ്ഞെടുത്തത്. അത് സത്യസന്ധതയോടുകൂടി എന്നിൽ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം കഴിഞ്ഞ 10 വർഷത്തോളമായി ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ആത്മവിശ്വാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്നിൽ അർപ്പിച്ചതായ ഉത്തരവാദിത്വം സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിറവേറ്റാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ എല്ലാവരുടെയും സഹായം സഹകരണം പിന്തുണയും അഭ്യർത്ഥിക്കുക. പാണക്കാട് ഏകദേശാബദ്ധങ്ങൾ കുഞ്ഞാലൂട്ട് സാഹിബും അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിയുമാണ് എൻ്റെ പേര് ഈ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. അവരുടെ എല്ലാ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എല്ലാവരുടെയും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സേവിക്കാൻ നാടിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ അതുപോലെ തന്നെ അവികസിത മേഖല വികസനത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ആത്മാർത്ഥതയോടുകൂടി പിന്നോക്കം നിൽക്കുന്ന മേഖലയെ മുന്നോട്ട് നയിക്കാൻ തീർച്ചയായും ഭരണ സമിതി ഉണ്ടാകും. ഇപ്പം മുമ്പ് നടന്ന വാർത്താസമ്മേളനത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് LDF ഈ ഭരണത്തെ അട്ടിമറിച്ചു എന്നാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ മര്യാദകളൊന്നും പാലിച്ചില്ല, അവസരവാദപരമായ സമീപനം കൈക്കൊണ്ടു, ഇതൊക്കെയാണ് ആരോപിച്ചത്. ഇതിനെക്കുറിച്ച് എന്താ പറയുക?